ആയുധധാരികളായ ആളുകൾ പെട്ടെന്ന് ഒരു ഹോട്ടലിലേക്ക് ഇരച്ചുകയറി. ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. ആളുകൾക്ക് ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. അവരെ നിഷ്കരുണം വെടിവച്ചു വീഴ്ത്തി. തുടർന്ന് കൂട്ടക്കൊല തുടരാൻ അക്രമികൾ മുകളിലേക്ക് പോകുന്നു. 2008 ഇന്ത്യയിലെ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ യഥാർത്ഥ കഥയാണിത്. നവംബർ 26 ഗംഗയിൽ സഞ്ചരിച്ച ശേഷം 10 യുവാക്കൾ വിവേകപൂർവ്വം താൽക്കാലിക ബോട്ടുകളിൽ മുംബൈയിൽ ഇറങ്ങി. നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദം അവരെ നിരന്തരം നയിക്കുന്ന ഇയർപീസുകൾ ധരിച്ചിരുന്നു. ഭ്രാന്തന്മാരെപ്പോലെ അവർ നിരവധി കമാൻഡോകളായി പിരിഞ്ഞ് തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് പോയി. റെയിൻ സ്റ്റേഷൻ, കഫേകൾ, ഷോപ്പിംഗ് സെന്ററുകൾ. സ്റ്റേഷനിൽ ആയുധങ്ങൾ ശേഖരിച്ച ശേഷം തീവ്രവാദികൾ ഉടൻ തന്നെ തുടർച്ചയായ വെടിവയ്പിന് തുടക്കമിട്ടു. അതേസമയം മറ്റൊരു സംഘം ഒരു റെസ്റ്റോറന്റിലേക്ക് ഇരച്ചുകയറി. ഒരു ദമ്പതികൾ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഗ്രനേഡ് അകത്തേക്ക് എറിയഞ്ഞു. തുടർന്ന് കാതടപ്പിക്കുന്ന വെടിവയ്പ് ഉണ്ടായി. അതിജീവിച്ച 2 പേർ പരിഭ്രാന്തരായി രക്ഷപ്പെട്ടു. അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒളിച്ചോടിയവരോടൊപ്പം അഭയം തേടാൻ ഓടി. അതിഥികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിശ്വസിച്ച ഹോട്ടൽ മാനേജർ പെട്ടെന്ന് വാതിലുകൾ തുറക്കുന്നു. തീവ്രവാദികൾ അഭയാർത്ഥികളുമായി ഇടപഴകിയിട്ടുണ്ടെന്ന് അയാൾ സംശയിക്കുന്നില്ല. ഈ സിനിമയുടെ പേര് ഹോട്ടൽ മുംബൈ എന്നാണ്.